ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ പാതിര കുർബാനക്ക് ന്യൂ ഇയറിന് പള്ളിയിലെത്തിക്കണ്ട. ഭാഗ്യത്തിന് ഇത് നേരത്തെ വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തും വരുമ്പോൾ വൈകി പോകും. കാഴ്ചവെപ്പിനുള്ള ഒരുക്കങ്ങളായിട്ടൊക്കെ എല്ലാവരും ഇരിക്കേണ്ട. നമ്മള് അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. ആരും മിസ് ചെയ്യാണ്ട് വീഡിയോ മുഴുവൻ കാണണേ. ഇത് കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ന്യൂ ഇയറിൻ്റെ പാതിര കുർബാന, ന്യൂ ഇയർ പിറക്കുന്ന ആ 1-ാം തീയതിക്ക് രാത്രിയുള്ള കുർബാന കേട്ടോ. അതിന് വേണ്ടിയിട്ട് പള്ളിയിൽ വന്നേക്കാണ്. അപ്പോൾ കുർബാന തുടങ്ങി ആരാധന ഉണ്ടായിരുന്നു. നമ്മൾ വരുമ്പോഴേക്കും ആരാധന പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ദൈവം നമുക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ആരാധന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു കുർബാന. പുതുവത്സരദിന വരവേറ്റുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ വിഷ് ചെയ്തുകൊണ്ട് അച്ഛൻ്റെ ഒരു ആമുഖ പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നന്മകളും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള, നമുക്ക് ഒന്നും ക്ലാരിറ്റി ഇല്ല പള്ളിയുടെ അകത്ത് നിന്ന് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രസംഗങ്ങൾ ഇടാത്തത് കേട്ടോ. അകത്തു നിന്നുള്ള ഒന്നും കേൾക്കില്ല. അപ്പം ഞാൻ വോയിസ് കൊടുക്കുകയാണ്, ഓവർലാപ്പ് ചെയ്ത്. അപ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം യൂത്തിൻ്റെ പ്രോഗ്രാം അതും കൂടിയാണ് ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. കുർബാന മധ്യ അന്നത്തെ പ്രസംഗം ഡീക്കൻ്റെ ആയിരുന്നു കേട്ടോ. നല്ല പ്രസംഗമായിരുന്നു. പക്ഷെ നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ല പള്ളിയുടെ ഉള്ളിൽ. അതുകൊണ്ട് നല്ല നല്ല ആശയങ്ങളൊക്കെ നമുക്ക് തന്ന് ഇത് കഴിഞ്ഞിട്ട് പുതിയ ഈ വർഷത്തിലേക്ക് തിരഞ്ഞെടുത്ത പള്ളിയിലെ ഓരോ കേന്ദ്ര സമിതിയിലും അതിൻ്റെ കീഴിലൊക്കെയുള്ള ആൾക്കാരൊക്കെ നിരന്നുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പുതിയ ആൾക്കാരായിട്ട് തിരഞ്ഞെടുത്തവരാണ് ഇവരൊക്കെ. പിന്നെന്താണ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ. കുർബാന കഴിഞ്ഞപ്പോൾ റെമോ ഡാൻസിനുണ്ട്. ഇപ്പോൾ റെമോ എന്നെ നോക്കി അടയ്ക്കുന്നത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഡാൻസ് കളിക്കാനുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് പോന്നേക്കണം. വെള്ള എൻ്റെ ഉള്ളിൽ, അതാണ് ആദ്യം ഇട്ടത്. ബ്ലാക്ക് മുകളിൽ കൂടി ഇട്ടുണ്ടോന്ന്. ഡാൻസ് കളിക്കുമ്പോൾ കളർ ഇളകും, ഒരു പൂവ് എന്നുണ്ടും കഴുത്തിലിടും എന്നൊക്കെ പറഞ്ഞ്. ആ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ചെറുതായിട്ടൊരു ഡാൻസ് പോലെ യൂത്ത് ചെയ്തതാണ്. അപ്പോൾ അവന് കഴിഞ്ഞ ദിവസം കൊണ്ട് പഠിച്ചതാണ്. ഇത് പള്ളിയിൽ നിന്ന് തന്നതാണ് കേട്ടോ. ഒരു രൂപ കോയിനിട്ടിട്ട് നമുക്ക് ആ പുണ്യാളൻ്റെ ഒരു ഫോട്ടോ പതിച്ചിട്ട് ലാമിനേറ്റ് ചെയ്ത് തരും. ഈ പുതിയ വർഷത്തേക്ക് എല്ലാവർക്കും കൈനീട്ടം പോലെ എല്ലാവർക്കും അത് കിട്ടേണ്ട. അത് വാങ്ങണ ക്യൂ ആണ് അവിടെ അകത്ത് നടക്കുന്നത്. 2 അച്ഛന്മാർ ഡീക്കനും കൊടുക്കണം. നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ റെമോനെ കൊണ്ട് ഞാൻ വാങ്ങി വെച്ച് പരിപാടി തുടങ്ങാം. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടോ. മ്യൂസിക് ഞാൻ കട്ട് ചെയ്ത്, കാരണം ഞാൻ ആദ്യം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത 1-ാം തീയതി ന്യൂ ഇയർ കുർബാന കഴിഞ്ഞ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ പ്രൈവറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്തത്, വീഡിയോ യൂട്യൂബിലിട്ടത്. പക്ഷെ അത് കോപ്പി റൈറ്റ് വന്ന് കിടക്കിയിരുന്നു. അതങ്ങനെ വന്ന് നമ്മുടെ ചാനലിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് പാട്ട് കംപ്ലീറ്റ് തിരഞ്ഞു പിടിച്ച് കളഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒട്ടും പാട്ടിടാൻ പാടില്ല, കോപ്പി റൈറ്റ് വരും. അപ്പോൾ അത് കാരണം കുറേ ദിവസം വൈകിയാണ് വീണ്ടും ഇത് കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടണത്. ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വീഡിയോ എടുക്കണ വെറുതെയാണ്. കാരണം ഒരു പാട്ടും ഇല്ലാണ്ട് ഒരു രസമില്ലല്ലോ നമുക്ക് വീഡിയോ എടുത്താൽ. ആ സമയത്ത് വലിയ സന്തോഷത്തിലെടുത്തതാണ് പാട്ടോടുകൂടി. പക്ഷേ ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ പാട്ട് കേൾക്കാവുന്ന രീതിയിൽ ഇട്ടായിരുന്നു. ഓരോ പാട്ടും ഏതൊക്കെയാണെന്ന് അറിയാനായിട്ടേ. ഇവർ കളിക്കുമ്പോൾ നമുക്കൊരു പിടി കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാ മ്യൂസിക് ഇടുമല്ലോ. റെമോട്ട ബ്ലാക്ക് ടീഷർട്ടും ക്രീം പാൻറ്റും ഇട്ട് പുറകിലേക്കാണ്. അവൻ ഇവരുടെ കൂടെ കളിക്കുക. ഇവർ സീനിയേഴ്സാണ്, എന്നാലും അവനെ വിളിച്ചപ്പോൾ അവൻ കൂടെ കയറിയതാണ്. പിന്നെന്താണ്, പാട്ടില്ലാണ്ട് ഒരു സങ്കടമുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഒരു തവണ അപ്ലോഡ് ചെയ്തത് ഞാൻ പ്രൈവറ്റായിട്ടായിരുന്നു. എനിക്ക് കോപ്പി റൈറ്റ് വന്നാലാന്ന് ഓർത്തിട്ട്. അപ്പം ഞാനത് അങ്ങനെ ഇട്ടപ്പോൾ കറക്റ്റ് കോപ്പി റൈറ്റ് വന്നു. വീണ്ടും അതിനെ ഞാൻ എഡിറ്റിങ് ഇതിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് വീണ്ടും 2ാമത് അപ്ലോഡ് ചെയ്യണം. കാരണം ഒട്ടും പാട്ടിടാൻ പാടില്ല, അവർ കോപ്പി റൈറ്റ് തന്നെ കാരണം. അപ്പം എനിക്ക് സങ്കടമായി. എല്ലാ പാട്ടിൻ്റെ ഇവർ 3-4 പാട്ട് മിക്സ് ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ടിരുന്നു ഞാൻ. ഇപ്പം ഞാൻ അതും കംപ്ലീറ്റ് കളഞ്ഞിട്ട് വീണ്ടും ഇടുന്നത് വീഡിയോ.
വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പാട്ടോട് കൂടി ഒരു വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അത് നമ്മുടെ വ്ളോഗിലല്ലാണ്ട് ഇനി വേറെ രീതിയിലൊക്കെ ഇടാൻ അങ്ങനത്തെ ചാനൽ ഒത്തിരി പേര് ഡാൻസിൻ്റെ ചാനലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഈ ഡാൻസ് വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കുക ഷോർട്സ് മാത്രമായിട്ടാണെന്ന് എനിക്കറിയില്ല, ലോങ് വീഡിയോയിലാണ് ഇങ്ങനെ പ്രശ്നമുള്ളതെന്നും അറിയില്ല. അത് പറയണം കേട്ടോ, ആരെങ്കിലും കമൻ്റ് ഇടണേ. അപ്പോൾ നമ്മളിതേ പരിപാടി ഇങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-4 ഡാൻസ് മിക്സ് ചെയ്താണ് അവർ പോണത് കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു കഴുത്തിൽ ബാലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത പാട്ടാണ് കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങുകളായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടാ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, പാട്ടില്ല. ഇനി തുടർ വീഡിയോകളിൽ ഇതുപോലെ ഡാൻസ് പ്രോഗ്രാം എടുത്ത വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലും വീഡിയോയിൽ ഞാൻ ഇപ്പോഴേ ഇതൊരു അനുഭവമായി. കംപ്ലീറ്റ് പാട്ട് ഞാൻ കളയാൻ പോയിരുന്നു. ഇവരുടെ എല്ലാം പാട്ടോടുകൂടി ഇങ്ങനെ എടുത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട് വേറെ. പക്ഷേ ഇപ്പം ഇതിനകത്തേക്ക് ഇനി പാട്ട് ഫുള്ള് കളഞ്ഞിട്ടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെയൊക്കെ കണ്ട് ന്യൂ ഇയർ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ അവസാനിച്ച് നമുക്ക് സന്തോഷമായിരുന്നു. പാട്ടോടുകൂടി ആകുമ്പോൾ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലിടുമ്പോൾ ഞാൻ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ തുടർന്നും വീഡിയോ വരാനിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും നമുക്ക് വോയിസ് കളയേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പള്ളിയിലെ പ്രോഗ്രാമുകളെല്ലാം ഈ ഒരു വീഡിയോയോടുകൂടി ഞാൻ ഇതിലിടുന്നത് നിർത്തും. ഇനി നമുക്ക് ഹോളി കോൾസ് എന്ന് പറഞ്ഞ ചാനലിലാണ് പള്ളിയിലെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഡാൻസ് അങ്ങനെ സ്പീഡായി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തീരാറായി എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനപ്പോൾ ക്യാമറയായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് ഓഡിയൻസിനെ ഒന്ന് എടുക്കാൻ ഞാനും വിചാരിച്ച് കഴിയായിരിക്കുമെന്ന്. പക്ഷെ കഴിഞ്ഞപ്പോൾ അതിരി വന്നു കഴിഞ്ഞ് വീണ്ടും അവരടുത്ത പാട്ട് സ്റ്റാർട്ട് ചെയ്തട്ടോ. അതും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഓരോ മ്യൂസിക്കും മാറി മാറി കളിക്കുന്നതാണ്. സ്പീഡും അത് തീർന്ന് കഴിയുമ്പോഴേക്കും അടുത്ത പാട്ട് തുടങ്ങും. അങ്ങനെ അവർ മിക്സ് ചെയ്ത് ഒരു 4 പാട്ടാ 5 പാട്ടായിട്ടാ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടുകളോടെ ഒന്ന് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡാൻസൊക്കെ കളിക്കുന്നവരുടെ വീഡിയോ വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഫുൾ സോങ് ഒന്നും ഇടാതെ ഇടയ്ക്കൊക്കെ ഇത്തിരി ഇട്ടാലും അവർ ആ പോർഷൻ നോക്കി ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കട്ട് ചെയ്തോളം ഞാൻ ഇട്ടേക്കണം. മുന്നോട്ട് കയറി വന്ന് പോയവനാണ് സ്റ്റെൽവിൻ കേട്ടോ. അവനെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞത്. അങ്ങനെ ഇവരുടെ കൂടെ ഇപ്പോൾ 2-3 തവണയെ കളിക്കുന്നവർ ഇന്നാളും വിളിച്ച് കുറച്ച് പൊക്കമുള്ളതുകൊണ്ട് കൂടെ നിന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. ആൾ പണ്ട് നല്ലതായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറുതിലെ വീട്ടിലവൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഇവർ മൂത്തവർ ടെറസുമൊക്കെ കൊണ്ടുപോയി നിർത്തി കളിപ്പിക്കും അവനാ. പിന്നെ വലുതായപ്പോൾ കൂട്ടില്ലാതായി. ഞങ്ങളുടെ വീട് മാറ്റങ്ങൾ കൊണ്ട് അവന് ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലാണ്ടായി. പിന്നെ അവൻ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. ഇപ്പം ഇവർ വിളിച്ചപ്പോൾ പോയി എന്നുള്ള കേട്ടോ. ആളിങ്ങനെ കളിച്ച് വഴങ്ങി വരണം. ഇപ്പോൾ പൊക്കം വെച്ചപ്പോൾ നാണമൊക്കെ ആയി. പിന്നെ ആകെ സൈക്കിള് മാത്രമാണ് ഇപ്പോൾ തലയിൽ. അങ്ങനെ ഈ വീഡിയോടുകൂടി പള്ളിയും വിശേഷങ്ങളൊക്കെ കഴിയൂട്ടാ. ഇനി നമ്മൾ ബ്യൂട്ടി ടിപ്സും കുറേ ഹെൽത്ത് ഇതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടും വ്ളോഗൊക്കെ വേറെ തരത്തിലായിരിക്കുള്ളൂ. പള്ളിയിലെ പരിപാടികളൊക്കെ ഇതോടുകൂടി തീർന്ന്. ഈ മഞ്ഞ ടോപ്പിട്ട വെച്ചാണ് ഇത് കൂടുതലായിട്ട് പഠിപ്പിക്കാനൊക്കെ നോക്കി പറ്റുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നാണെങ്കിലും അയാൾ വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കേണ്ട കേട്ടോ, ക്ലാസിക്കൽ ഡാൻസ്. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ കാടുകുറ്റിയിലുള്ളവർക്കും സംഭവം കാണാൻ നിൽക്കുന്ന ആൾക്കൂട്ടമാണ് കേട്ടോ. നമ്മുടെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ ആളുകളൊക്കെയാണ്. വേറെ പുറത്തൊന്നും ആരുമില്ല. ഞാനാണെങ്കിലും ഇതിങ്ങനെ എടുത്തെടുത്ത് പോയി ഒരു ക്യാമറയുടെ മുമ്പിൽ ചാടി ആ പിള്ളേർ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ എല്ലാവരും കുർബാനയ്ക്ക് വന്നവരെല്ലാവരും നിന്ന് കണ്ടിട്ടോ പരിപാടി. ഓരോ പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട് മിക്സ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ വിചാരിച്ച് കഴിഞ്ഞെന്ന്. പക്ഷേ വീണ്ടും അടുത്ത പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കൂടി നിന്നവരെയൊക്കെ ഒന്ന് കവർ ചെയ്ത് ലാസ്റ്റ് ടൈമായിട്ടാ കഴിയാറായി. ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടാ, പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത പാട്ട് മിക്സ് ചെയ്തത് വീണ്ടും തുടങ്ങിയിട്ടാ. അതൊരു വെള്ള കണ്ണടയൊക്കെ വെച്ചിട്ടാണ് റമ്മോയെന്ന് കളിക്കണം. അവനാകെ 2 ദിവസം 3 ദിവസം പോയുള്ളൂ. 2 ദിവസം ഇത്രയും പാട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവൻ ഞാൻ ചോദിച്ചു നീ കളിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാ? അങ്ങനെ കൂട്ടത്തിൽ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പല പാട്ട് മിക്സ് ചെയ്താരണം കുറച്ചധികം നേരം ഉണ്ടായിട്ടാ. 3 മിനിറ്റായിട്ട് ഇത് കട്ട് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് തോന്നണ്ട. ഞാൻ അങ്ങനെ ഇടാണ്ട് പറ്റിയെങ്കിൽ. ഇതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂ ഇയർ വീഡിയോ. ഇത് 1-ാം തീയതി ഇടേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് പെൻഡിങ്ങിലായ കുറേ ക്രിസ്മസിൻ്റെ ബാക്കി വീഡിയോകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഇതിടാലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാതിരുന്നത്. സത്യത്തിൽ ഈ വീഡിയോ ഇനി ഇടണ്ടാന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ എത്ര പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടും ഈ പാട്ട് ചെറിയതുള്ളത് കൊണ്ട് അവർ കോപ്പിറൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2-ാമതും 3-ാമതും ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടണം കേട്ടോ. പരിപാടി കഴിഞ്ഞ് എല്ലാവരും വിഷ് ചെയ്ത്
നമ്മുടെ പോൾ സാറിൻ്റെ മോൻ ജുബിനാണ്. അപ്പോൾ എല്ലാവരെയും വിഷ് ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു പുതുവത്സര ആശംസിക്കുന്നു. അടുത്തുള്ള അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ പള്ളിയിൽ അച്ഛൻ. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ നമ്മുടെ യൂത്തും അച്ഛന്മാരൊക്കെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇവർ സീനിയേഴ്സാണ് കേട്ടോ. റെമോ അതിൽ ഡാൻസിലുണ്ടായിരുന്നു, പക്ഷെ റെമോ ഉണ്ടായില്ല ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവനവിടെ ഇല്ലായിരുന്നു, അവൻ വെള്ളം കുടിക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഇന്ന് പോവുകയാണ് വീട്ടിലോട്ട്. അവിടെ ഫോട്ടോ എടുപ്പൊക്കെ ഇല്ലായിരുന്നു. നമ്മുടെ റെമോനെ ഫോട്ടോ എടുക്കണ അതിലില്ല. റെമോ യൂത്ത് അല്ലല്ലോ, റെമോ +1 കാരനായതുകൊണ്ടായിരിക്കും. കളിക്കാനായിട്ട് കൂടിയായിരുന്നു. പിന്നെ അത് ഞാൻ വെള്ളം കുടിക്കാൻ പോയി. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പം ഇനി നമ്മൾ വീട്ടിലോട്ട് പോയത് മഞ്ഞിൻ്റെ ആണ്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേക്ക്. പോണേന് മുമ്പ് ഒന്നും എടുത്തില്ല, അതാണ് ഞാൻ വന്നത് എടുക്കാൻ. നമ്മുടെ പള്ളിയിൽ പോണതിന് മുമ്പ് ന്യൂ ഇയറിന് മുമ്പ് ചേട്ടനും ഫാമിലിയും വന്ന് പോയിരുന്നിട്ട്. അവൻ്റെ മൂത്ത ബ്രദറാണ്. ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് കിട്ടിയില്ല, പിന്നെ ഞാൻ ആ ബാക്കി എൻ്റെ കൂടെ ചേർത്തതാണ് കേട്ടോ. മോള് മൈലാഞ്ചി നല്ല പൈസയുടെ മൈലാഞ്ചി. അപ്പൊ ടാറ്റ. ക്രിസ്മസിന് വരുമോന്ന് അടുത്ത കൊല്ലത്താ. ടാറ്റ, താങ്ക് യു, ബൈ. ആ ക്രിസ്മസിന് വരാട്ടാ. ന്യൂ ഇയർ ആയേ. അപ്പോൾ അവൾ ഇനിയും ക്രിസ്മസിന് വന്നോട്ടാന്നാണ് പറഞ്ഞുകൊണ്ട് പോണത്. അവൾക്ക് അറിഞ്ഞൂടല്ല.